ഗെയിം ഓഫ് ത്രോൺസ് യൂണിവേഴ്സിലെ ഏറ്റവും പവർഫുൾ ഫാമിലി ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഹൗസ് ടാർഗാരിയൻ തന്നെയാണ്. ഡ്രാഗണുകളെ കൺട്രോൾ ചെയ്യുന്ന ഈ കുടുംബത്തിനുള്ളിൽ നടക്കുന്ന സിവിൽ വാർ അല്ലെങ്കിൽ ഡാൻസ് ഓഫ് ഡ്രാഗൺസിന്റെ കഥയാണ് നമുക്ക് ഹൗസ് ഓഫ് ദി ഡ്രാഗൺ കാണിച്ചു തരുന്നത്. സോ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഹൗസ് ഓഫ് ദി ഡ്രാഗൺ സീസൺ 1 സീസൺ 2 മെഗാ റീക്യാപ്പുമായിട്ടാണ്. വളരെ ഡീറ്റെയിൽഡ് റീക്യാപ്പുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. സോ നിങ്ങൾ ഇതിനു മുമ്പ് ഹൗസ് ഓഫ് ദി ഡ്രാഗൺ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യണമായിരിക്കും നല്ലത്. കാരണം ഇതിൽ ഒരുപാട് സ്പോയിലേഴ്സ് അടങ്ങുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഡീറ്റെയിൽഡ് ആണ്. വളരെ ഡീറ്റെയിൽഡ് ക്യാരക്ടേഴ്സും അവരുടെ ഡ്രാഗൺസും അവരുടെ ഫാമിലി ട്രീയും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ പേര് നീതു ആൻഡ് വെൽക്കം ടു റോമൻ റിയാക്ട് വിത്ത് എൻടെക്സ് വിജയ്. സോ ഗൈസ്, ഞാൻ സീസൺ 1 സീസൺ 2 തുടങ്ങുന്നതിന് മുമ്പ് ഈ ടാർഗാരിയൻസ് ആരായിരുന്നു, അവരെവിടെ നിന്നാണ് വരുന്നത്, അവരെങ്ങനെയാണ് വെസ്റ്റ്രോസ് കീഴടക്കിയത് എന്നുള്ളതിൻ്റെ ചെറിയൊരു ബ്രീഫ് തരാം കേട്ടോ. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും പവർഫുൾ സിവിലൈസേഷൻ ആയിരുന്നു ഓൾഡ് വലേരിയ. ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ വെസ്റ്റ്രോസിനേക്കാളും പവർഫുള്ളും അഡ്വാൻസ്ഡും ആയിട്ടുള്ളൊരു സിവിലൈസേഷൻ ആയിരുന്നു. അവിടെ ഭരിച്ചിരുന്നത് ഡ്രാഗൺ ലോർഡ്സ് ഫാമിലി ആയിരുന്നു. ആൻഡ് ആ ഫാമിലിയിൽ ഒരു ഫാമിലി ആയിരുന്നു ടാർഗാരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുകയാണ് ടാർഗാരിയൻ ഫാമിലിയിൽ ഒരു ചെറിയൊരു പെൺകുട്ടി ഇങ്ങനെ പ്രവചിക്കുന്നത്, അതായത് ഒരു ദിവസം ഓൾഡ് വലേരിയ നശിച്ചു പോകും എന്നുള്ളത്. അപ്പം അത് കേട്ടപ്പം കുറേ പേര് അവളെ എന്താ പറയുക അങ്ങനെ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ ചില ഫാമിലീസ്, അതായത് ടാർഗാരിയൻസിലെ തന്നെ ചില ആൾക്കാർ അവളെ കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തു. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ ഓൾഡ് വലേരിയ വിട്ടിട്ട് ഒരു ഐലൻഡ് ആയിട്ടുള്ള ഡ്രാഗൺസ്റ്റണിലേക്ക് മാറുന്നതാണ്. അതായത് കുറച്ച് ഫാമിലീസ് കേട്ടോ. അതിനുശേഷം നമ്മൾ അറിയുന്നത് ഓൾഡ് വലേരിയ ഒരു ഡൂംസ് ഓഫ് വലേരിയ എന്നുള്ളൊരു വിപത്ത് കാരണം നശിച്ചു പോകുന്നത്. അപ്പം കംപ്ലീറ്റ് വലേരിയൻസ് അല്ലെങ്കിൽ കംപ്ലീറ്റ് എന്താ പറയുക ഒരു പാർട്ട് ഓഫ് ടാർഗാരിയൻസും അങ്ങനെ നശിച്ചു പോകുന്നതാണ്. അപ്പം ഈ ഡ്രാഗൺസ്റ്റണിലേക്ക് വരുന്ന കുറച്ച് ഫാമിലീസ് ഉണ്ടല്ലോ, ഈ ടാർഗാരിയൻസിൽ പെട്ടുന്ന കുറച്ച് ഫാമിലീസ് മാത്രമാണ് പിന്നെ അവശേഷിക്കുന്നത്. അവരുടെ കയ്യിൽ കുറച്ച് ഡ്രാഗൺസും ഉണ്ട്, കുറച്ച് ഫാമിലിയുമായിട്ടാണ് അവർ ഡ്രാഗൺസ്റ്റണിൽ വരുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഏഗോൺ ദ കോൺക്കറർ, അതായത് ഡ്രാഗൺസ്റ്റണിൽ ഇരുന്നിട്ട് ഈ ലോകം മൊത്തത്തിൽ കീഴടക്കണം എന്നുള്ളൊരു വാശി അല്ലെങ്കിൽ ഒരു ജിജ്ഞാസ കാരണം ഏഗോൺ ദ കോൺക്കറർ സ്വന്തം അനിയത്തിമാരെയും അതുപോലെ തന്നെ അവരുടെ ഡ്രാഗൺസിനുമായിട്ട് എല്ലാ വെസ്റ്റ്രോസ് ഫാമിലിയിലും പോയിട്ട് അവർ കീഴടക്കുന്നതാണ് കാണുന്നത്. അങ്ങനെയാണ് അവർ വെസ്റ്റ്രോസ് കംപ്ലീറ്റ്ലി കീഴടക്കുന്നത്. പിന്നെ വർഷങ്ങളായിട്ട്, അതായത് 300-400 വർഷങ്ങളായിട്ട് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ടാർഗാരിയൻസ് ആണ്. സോ ഇങ്ങനെയാണ് ടാർഗാരിയൻസ് എങ്ങനെ വെസ്റ്റ്രോസിൽ വന്നു, അവരുടെ ഒരു പൂർവ്വകാലം എങ്ങനെയായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു ബ്രീഫ്. ഇനി നമുക്ക് സീസൺ 1 സീസൺ 2ലേക്ക് കടക്കാം. ഹൗസ് ഓഫ് ദി ഡ്രാഗൺ സീസൺ 1 സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ജെഹേരിസ് 1ൻ്റെ ഒരു ഗ്രേറ്റ് കൗൺസിൽ മീറ്റിങ്ങിലൂടെയാണ്. സോ അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ചെറിയൊരു ഫാമിലി ട്രീ പറഞ്ഞുതരാം. ജെഹേരിസ് 1, ഓക്കെ, അവർക്ക് 2 മക്കളാണ്, ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് എൽഡസ്റ്റ് സൺ ആയിട്ടുള്ള ഏമോൺ ടാർഗാരിയൻ, രണ്ടാമത്തത് ബേലോൺ ടാർഗാരിയൻ. ഈ ഏമോൺ ടാർഗാരിയന് മക്കളായിട്ട് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ പേരാണ് റേനിസ് ടാർഗാരിയൻ. പിന്നെ ബേലോൺ ടാർഗാരിയന്റെ കേസ് പറയുകയാണെങ്കിൽ ബേലോൺ ടാർഗാരിയന് 2 ആൺമക്കളാണ് ഉണ്ടാവുന്നത്. മൂത്ത ആളുടെ പേര് വിസേറിസ്, രണ്ടാമത്തെ ആളുടെ പേര് ഡെയ്മോൺ. ഇപ്പൊ ഏകദേശം മനസ്സിലായല്ലോ അല്ലെ, റേനിസ് ടാർഗാരിയന്റെ കസിൻ ബ്രദേഴ്സ് ആണ് ഈ പറയുന്ന വിസേറിസും ഡെയ്മൺ ടാർഗാരിയനും. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് സീസൺ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യണത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രേറ്റ് കൗൺസിലാണ്. കാരണം ജെഹേറിസ് വളരെ ഓൾഡായി, പുതിയ ഹെയറിനെ അവർക്ക് തിരഞ്ഞെടുക്കണം. ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മളുടെ അവകാശികളുടെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ശരിക്കും അവിടെ ഡിസേർവിംഗ് ആയിട്ടുള്ളത് റേനിസ് ടാർഗാരിയനാണ്. പക്ഷെ അവള് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ലേഡി ആയതിൻ്റെ കാരണത്താൽ ക്രൗൺ നഷ്ടപ്പെടുകയും ആ ക്രൗണ് നേരെ പോകുന്നത് വിസേറിസ് ടാർഗാരിയൻ ആണ്. റേനിസ് ടാർഗാരിയൻ അതിനുശേഷം അറിയപ്പെട്ടത് ദ ക്വീൻ ഹൂ നെവർ വാസ് എന്ന പേരിലാണ്. ഇനി വിസേറിസിന്റെ കാര്യം പറയുകയാണെങ്കിൽ മൂത്ത മകളായിട്ടുള്ള റെനേറിയ ടാർഗാരിയൻ ആണ്. അതിനുശേഷം കുറെ മെയിൽ ഹെയർസിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ പോലും അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇവർക്ക് എങ്ങനെയെങ്കിലും ഒരു മെയിൽ ഹെയർ വേണം എന്നുള്ളൊരു വാശി കാരണം ചൈൽഡ് ബർത്തിൽ നമ്മുടെ വിസേറിസിന്റെ വൈഫും കുഞ്ഞും മരിച്ചു പോകുന്നതാണ്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഡെയ്മോൺ ടാർഗാരിയൻ, അതായത് നമ്മുടെ വിസേറിസ് ടാർഗാരിയൻ്റെ അനിയനായിട്ടുള്ള ഭയങ്കര കെയോസ് ആണ് പുള്ളി. ശരിക്കും പുള്ളി ഒരു വില്ലനും അല്ല, ഹീറോയും അല്ല, ഹി ഈസ് എ പ്യോർ കെയോസ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ പുള്ളി എന്താ പറയുക, ക്രൗണിനോട് ഭയങ്കര താല്പര്യമുണ്ട്, എന്നാൽ പിന്നെ പുള്ളി ഭയങ്കര പൊളിറ്റിക്കലായിട്ടാണ് ഗെയിമും കളിക്കുന്നത്. സോ ഡെയ്മൺ ടാർഗാരിയനെ എന്തായാലും ഹെയർ ആക്കി കൊണ്ടുവരണമെന്ന് വിസേറിസ് ടാർഗാരിയൻ ഒട്ടും താല്പര്യമില്ല. കാരണം പുള്ളി ഹി ഈസ് വെരി അൺപ്രഡിക്റ്റബിൾ. അപ്പം എന്താണ് നാളെ ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് വിസേറിസിന് ഇത്രത്തോളം ഡെയ്മൺ ആവണ്ട എന്നുള്ളൊരു തീരുമാനം എടുക്കേണ്ടി വരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ്, ഒരു മെയിൽ ഹെയറിനില്ലല്ലോ, അതായത് ഏമ മരിച്ചു, വൈഫ് മരിച്ചു. അപ്പം അതിനുശേഷം അടുത്ത തലമുറ അല്ലെങ്കിൽ അടുത്ത ഹെയർ ആയിട്ട്
റെനേറിയ ടെർഗാരിനെ പ്രഖ്യാപിക്കുകയാണ് നമ്മുടെ വിസേറിയസ് ടെർഗാരിൻ. ഇങ്ങനെയാണ് നമ്മുടെ സീസൺ 1 ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി സെക്കൻഡ് എപ്പിസോഡ്, തേർഡ് എപ്പിസോഡ് അങ്ങനെ ഞാൻ പോകുന്നില്ല. വളരെ ഡീറ്റെയിൽഡ് ആണ്, പക്ഷെ എന്നാലും കുറച്ചുകൂടെ സമ്മറൈസ്ഡ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇനി കുറച്ച് ആൾക്കാരെയും കൂടി നമുക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. വിസേറിയസിന്റെ ഹാൻഡ് ഓഫ് ദ കിങ് എന്ന് പറയുന്ന ഒരാളാണ് ഓട്ടോ ഹൈടവർ. ഹൈടവർ എന്ന് പറഞ്ഞിട്ടുള്ള അത്യാവശ്യം മോശമില്ലാത്ത ഒരു ഫാമിലിയിൽ വരുന്ന ഒരാളാണ് ഓട്ടോ ഹൈടവർ. അയാൾക്കൊരു മകളുണ്ട്, ആലിസൺ ഹൈടവർ. ഈ ആലിസൺ ഹൈടവറും ഈ റെനേറിയ ടെർഗാരിൻസും രണ്ടും ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കും. അവർ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഓട്ടോ ഹൈടവർ എന്ന് പറയുന്നത് വളരെ പേഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കണ്ണിങ് ആയിട്ടുള്ള ഒരു മാനിപ്പുലേറ്റീവ് പുള്ളിക്കാരൻ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു ഹൈടവർ എന്നുള്ളൊരു ഫാമിലിനെ എങ്ങനെ ഉയർത്തി കൊണ്ടുവരാം എന്നുള്ളത്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ വിസേറിയസിൻ്റെ വൈഫ് മരിക്കുന്നതും വിസേറിയസ് ഒറ്റയ്ക്കാകുന്നതും അറിയുന്നത്. അതായത് ഒരു പാർട്ണർ ഇല്ലല്ലോ. സ്വന്തം മകളെ വിസേറിയസിനെ എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിച്ചിട്ട് ആ വഴി പവർഫുൾ ആകാനുള്ള ഒരു പ്ലാനാണ് നമ്മുടെ ഓട്ടോ ഹൈടവറിൻ്റെ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ആലിസന്റും വിസേറിയസും കല്യാണം കഴിക്കുന്നതാണ്. അതോടുകൂടി തന്നെ നമ്മുടെ റെനേറിയ ആലിസന്റിന്റെ റിലേഷൻഷിപ്പ് കുറച്ച് കോൺഫ്ലിക്റ്റ് ആവുന്നുണ്ട്. കാരണം റെനേറിയ ഒട്ടും മനസ്സിൽ വിചാരിക്കുന്നതല്ല നടക്കുന്നത്. കാരണം സ്വന്തം ഫ്രണ്ട് സ്വന്തം സ്റ്റെപ്പ് മദർ ആകുക എന്ന് പറയുന്നത് അവളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആക്സെപ്റ്റബിൾ അല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 16 വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ റെനേറിയ ടെർഗാരിൻ കുറച്ച് കുറുമ്പും അതുപോലെ തന്നെ ആ പ്രായത്തിൻ്റെതായിട്ടുള്ള ഒരു കളികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ക്രിസ്റ്റൻ കോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കിങ്സ് ഗാർഡ്. അങ്ങനെ അവർ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുന്നു. അതിനുശേഷം അവർ റിലേഷൻഷിപ്പിലാകുന്നു. പക്ഷേ ഈ ക്രിസ്റ്റൻ കോളിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ പുള്ളി കിങ്സ് ഗാർഡാണ്. അപ്പോൾ അവർ ഒരു എന്താ പറയുക ഒരു പ്രതിജ്ഞയൊക്കെ എടുക്കും. അതായത് അവരൊരു ഫാമിലി ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകില്ല. അവർ വേറെ ഒന്നിലും അവരുടെ മുന്നിൽ എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി മാത്രമാണ്. പക്ഷെ അതൊക്കെ കളഞ്ഞിട്ടാണ് റെനേറിയ ആയിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് ഏർപ്പെടുത്തുന്നത്. ക്രിസ്റ്റൻ കോള് നമ്മുടെ റെനേറിയനെ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് റെനേറിയ അത് റിജക്റ്റ് ചെയ്യും. കാരണം റെനേറിയനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു കുട്ടിക്കളിയാണ്, എല്ലാം ഒരു കുട്ടിക്കളിയാണ്. പക്ഷേ അവളുടെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ത്രോൺ, അവൾക്ക് ക്വീൻ ആകണം, ഭരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കിങ്സ് ഗാർഡ് ആയിട്ടുള്ള ക്രിസ്റ്റൻ കോളിനെ കല്യാണം കഴിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് റിജക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ക്രിസ്റ്റൻ കോൾ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി റെനേറിയനെ ഭയങ്കരമായിട്ട് അങ്ങ് എനിമി ആയിട്ട് കാണുന്നു. വളരെ ഒരു ചതിച്ചവൾ എന്നുള്ള രീതിയിൽ കാണുന്നു. സത്യം പറയാലോ മൂവ് ഓൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. റിജക്ഷൻ ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ക്രിസ്റ്റൻ കോളിന് അത് മൂവ് ഓൺ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്താണ്. ആൻഡ് പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് റെനേറിയനെ മോശമായിട്ടും കാണുന്നുണ്ട്. അങ്ങനെ കാലം പോയി അവസാനം ആലിസന്റിനും വിസേറിയസിനും 4 മക്കളാണ് ജനിക്കുന്നത്. ആദ്യത്തെ ആള് ഏഗോൺ ടെർഗാരിൻ, രണ്ടാമത്തെ ആള് ഹെലേന ടെർഗാരിൻ, മൂന്നാമത്തെ ആള് ഏമൻ ടെർഗാരിൻ ആൻഡ് 4ാമത്തെ ആള് ഡെയ്റോൺ ടെർഗാരിൻ. ഈ ഡെയ്റോൺ ടെർഗാരിൻ നമ്മളെ ഷോയിൽ ഇതുവരെ കാണിച്ചിട്ടില്ല, പക്ഷെ ബുക്കിലുണ്ട്. ചിലപ്പം സീസൺ 3ലേക്കൊക്കെ കാണിച്ചേക്കാം. ഇവിടെയാണ് ആക്ച്വലി ഈ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അതായത് നമ്മൾ വിചാരിച്ചു വിസേറിയസിന്റെ കല്യാണത്തിന് ശേഷമായിരിക്കുന്നു, പക്ഷെ അങ്ങനെയല്ല. വിസേറിയസിന് ഒരു മെയിൽ ഹെയർ ജനിച്ചിരിക്കുകയാണ് ഏഗോൺ ടെർഗാരിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അവിടെ മുതലാണ് നമ്മളുടെ കെയോസുകൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഇത്രയും കാലം നമ്മുടെ റെനേറിയാണ് ദ റൈറ്റ്ഫുൾ ഹെയർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ പോലും കിങ്ങിന്, അതായത് വിസേറിയസിന് ഒരു മെയിൽ ഹെയർ ആയാലും ഇനി എന്തിനാണ് റെനേറിയ ക്വീൻ ആകുന്നത്, നമുക്കൊരു മെയിൽ ഹെയറിനെ തന്നെ കിങ് ആക്കാലോ എന്നുള്ളൊരു ചർച്ചകളൊക്കെ നമ്മുടെ കിങ്സ് ലാൻഡിങ്ങിലും പൊതുവെ വെസ്റ്റ്രോസിലൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ കാലങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ റെനേറിയ ടെർഗാരിനെ റെയ്നിസ് ടെർഗാരിൻ്റെ മൂത്ത മകനായിട്ടുള്ള ലേനോർ വെലാരിയനായിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്. ആ സമയത്ത് നമ്മുടെ റെനേറിയ ടെർഗാരിയൻ അറിയാം ലേനോർ ടെർഗാരിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൾക്ക് വേറൊരു ലവർ ഉണ്ട്. പക്ഷേ റെനേറിയ പറയണതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു പൊളിറ്റിക്കൽ മാരേജ് ആയിട്ട് കണക്കാക്കിയാൽ മതി, നമ്മൾ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടും. ബേസിക്കലി ഒരു ഓപ്പൺ മാരേജ് ആയിരുന്നു അവിടെ റെനേറിയ ലേനോറായിട്ട് പ്രപ്പോസ് ചെയ്യണത്. ആൻഡ് ലേനോർ അത് ആക്സെപ്റ്റും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വളരെ പൊളിറ്റിക്കൽ മാരേജ് ആയിരുന്നു അവരുടെ എന്ന് പറയുകയാണെങ്കിൽ. അങ്ങനെ നമ്മുടെ ഡെയ്മോൺ ടെർഗാരിൻ ലേന വെലാരിനെയും കല്യാണം കഴിക്കുന്നത്. ലേന എന്ന് പറയുന്നത് നമ്മുടെ റെയ്നിസ് ടെർഗാരിൻ്റെ മകളാണ്. അങ്ങനെ കാലങ്ങളൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ റെനേറിയയ്ക്ക് മക്കൾ ജനിക്കുന്നത്. ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് ബുക്കിൻ്റെ അത്രത്തോളം നമ്മുടെ ഷോയിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഒരുപാട് ക്യാരക്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ട് ഇവിടെ ഫാമിലി ട്രീ വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനത് വെക്കുന്നത്. പറയുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ ലേനോറിനും റെനേറിയയ്ക്കും 3 മക്കൾ ജനിക്കുകയാണ്. ഇവർ കിങ്സ് ലാൻഡിങ്ങിൽ തന്നെയാണ് കേട്ടോ ജീവിക്കുന്നതെല്ലാം. പക്ഷേ അവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ലേനോർ വെലാരിയൻ എന്ന് പറഞ്ഞിട്ടുള്ള വെലാരിയൻ ഡൈനസ്റ്റിയിൽ വരുന്ന ഒരാളാണ്. അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവരുടെ മുടി എപ്പോഴും സിൽവർ കളറായിരിക്കും. നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിൽ അറിയാലോ ഒരു മുടിയുടെ കളർ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണെന്നുള്ളത്. അപ്പം അങ്ങനെ നോക്കുമ്പം ഈ റെനേറിയൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ബ്രൗൺ ഹെയറും ബ്രൗൺ ഐയും ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ബ്രൗൺ കളർ ഐയും ആണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഷോയിൽ അങ്ങനെ ഇംപ്ലൈ ചെയ്യുന്നില്ലെങ്കിൽ പോലും
ഈ റെനേറയുടെ മക്കൾ എന്ന് പറയുന്നത് സർ ഹെർവിൻ സ്ട്രോങ് എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ ആണെന്നാണ് പൊതുവേ ഉള്ളൊരു റൂമേഴ്സ്. ഇനി അവരുടെ കാര്യം പറയുകയാണെങ്കിൽ സർ ഹെർവിൻ സ്ട്രോങ്ങിന് ഒരു അനിയനും കൂടി ഉണ്ട്, ലാരി സ്ട്രോങ് എന്ന് പറഞ്ഞിട്ടുള്ള. ഈ ലാരി സ്ട്രോങ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലിറ്റിൽ ഫിംഗറിൻ്റെ ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് പറയാം. പുള്ളി എന്ന് പറയാൻ ഭയങ്കര മാനിപ്പുലേറ്റീവ് ആണ്. അതായത് ലിറ്റിൽ ഫിംഗറിനേക്കാളും ഭയങ്കരമായിട്ടുള്ളൊരു ഡേഞ്ചറസ് പേഴ്സൺ ആണ് ഇപ്പോൾ നമ്മുടെ ലാരി സ്ട്രോങ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലാരി സ്ട്രോങ്ങിൻ്റെ ബ്രദറാണ് ഈ ഹെർവിൻ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ. ഹെർവിൻ സ്ട്രോങ് ബേസിക്കലി പറയുകയാണെങ്കിൽ ഭയങ്കര എന്താ പറയുക ബോഡിയൊക്കെ ആയിട്ട് അത്യാവശ്യം എന്താ പറയുക കായിക ബലവും അത്യാവശ്യം ഫൈറ്റ് ചെയ്യാനൊക്കെ നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഹെർവിൻ സ്ട്രോങ് എന്ന് പറഞ്ഞിട്ടുള്ള. ബേസിക്കലി ഹെർവിൻ സ്ട്രോങ്ങിൻ്റെയും റെനേറിയൻ്റെയും ഒക്കെ ഒരു റിലേഷൻഷിപ്പ് പറയാതെ പറയുന്നുണ്ടെങ്കിൽ പോലും എവിടെയും ഇംപ്ലൈ ആവുന്നില്ല ഇത് അവരുടെ കുട്ടിയാണ് എന്നുള്ളത്. അപ്പം അങ്ങനെ വീണ്ടും കാലങ്ങളൊക്കെ ഇങ്ങനെ പോയി ഡെയ്മോൺ ടാർഗാരിയൻ്റെ വൈഫായിട്ടുള്ള ലേന ടാർഗാരിയൻ ഇതുപോലെ തന്നെ ചൈൽഡ് ബർത്തിൽ മരിക്കുകയാണ്. അത് ഭയങ്കര വൈകാരികമായിട്ടുള്ള സീനൊക്കെയാണ് കേട്ടോ. ലേന ടാർഗാരിയൻ്റെ ആ സമയത്തുള്ള ഡ്രാഗൺ എന്ന് പറയുന്നത് വേഗാറാണ്. അന്ന് ജീവിച്ചിരിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഡ്രാഗണാണ് വേഗാർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ എന്താ പറയുക ഡ്രാഗൺ ഫയറിലൊക്കെയാണ് മരിക്കുന്നത്. അത് ഭയങ്കര വൈകാരികമായിട്ടുള്ള സീനൊക്കെയാണ്. ആ സമയത്ത് നമ്മുടെ ഡെയ്മോൺ ടാർഗാരിയൻ്റെ ആ ഒരു ഗ്രീഫും കാര്യങ്ങളൊക്കെ ഭയങ്കര നന്നായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റെനേറയ്ക്ക് ഈ ഡെയ്മോനുമായിട്ട് ഒരു പണ്ട് മുതലേ ഒരു ക്രഷ് ഉണ്ടാവുന്നതായിരിക്കും. തിരിച്ച് അങ്ങോട്ടേക്കുമാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കല്യാണം കഴിക്കണം. ഇതെല്ലാം പൊളിറ്റിക്സ് ആണ്. ഇതിൽ ലോയാലിറ്റി ഒന്നും നമ്മൾ ചെക്ക് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിൽ ഇവിടെ ലോയാലിറ്റിനേക്കാളും കൂടുതൽ അവർക്ക് ബർത്ത് റൈറ്റ് അല്ലെങ്കിൽ അവർക്ക് ഭരിക്കണം, അവർക്ക് പവർഫുൾ ആകുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഭാര്യ മരിച്ചു അതുകൊണ്ട് അടുത്ത ആഴ്ച എനിക്ക് വേറെ കല്യാണം കഴിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ ജഡ്ജ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റോറി പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഡെയ്മോൺ ടാർഗാരിയനും റെനേറ ടാർഗാരിയനും കല്യാണം കഴിക്കുകയാണെങ്കിൽ അവർ കുറച്ചുകൂടി പവർഫുൾ ആകും. അങ്ങനെ ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കുന്നു. ഇവർക്ക് രണ്ടുപേർക്കും മക്കൾ ഉണ്ടാകുന്നു. ഇതൊക്കെ ഇങ്ങനെ കാലങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ വിസേറിസ് മരിക്കുന്നത്. വിസേറിസിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ റെനേറിയ ക്വീൻ ആകണം തന്നെയാണ്. ഈ വിസേറിസ് പണ്ട് റെനേറയുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഏഗോൺ പ്രൊഫസി എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മളുടെ ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പം റെനേറ ടാർഗാരിയനും മനസ്സിലാവുന്നുണ്ട് വിസേറിസിന് വേണ്ടത് അവൾ തന്നെയാണ് ക്രൗൺ എടുക്കേണ്ടതെന്നുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വിസേറിസ് പെട്ടെന്ന് മരിക്കണതും. ഈ വിസേറിസ് മരിക്കണതിന് മുമ്പ് ആലിസൻ്റെ അടുത്ത് ഏഗോൺ പ്രൊഫസി പറഞ്ഞു കൊടുക്കുന്നത്. ഈ ആലിസൻ്റെ കുറിച്ചിട്ട് എന്ത് പ്രൊഫസി എന്ത് ഏഗോൺ, പുള്ളിക്കാരിയുടെ മനസ്സിൽ ഏഗോ എന്ന് പറയുന്നത് പുള്ളിക്കാരിയുടെ മകനായിട്ടാണ് അവൾ കണക്കാക്കുന്നത്. സത്യം പറയല്ല, ആലിസൺ എന്ന് പറഞ്ഞ ഒരു അമ്മയാണ്. അവളുടെ മക്കളെ സംരക്ഷിക്കുന്ന ഒരു സാധാരണ ഒരു അമ്മ മാത്രമാണ്. അപ്പോൾ അവളുടെ തലയിലേക്ക് വേറെ ഒന്നും പോയില്ല, ഏത് പ്രൊഫസി ഏത് കോങ്കറർ. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരി വിചാരിക്കുന്നത് വിസേറിയസിൻ്റെ ആഗ്രഹം ഏഗോൺ കിങ് ആകണം എന്നാണ്. അങ്ങനെ ഇവർ സ്മോൾ കൗൺസിൽ വിളിക്കുന്നു. ആ സ്മോൾ കൗൺസിലിൽ ആരും അറിയിക്കാതെ നമ്മുടെ ഏഗോണിനെ കിങ് ആക്കി അവർ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് റെനേറ അവിടെ തകർന്നു പോകുന്നു. കാരണം അച്ഛൻ ഇതൊക്കെ പറഞ്ഞിട്ടും അവസാനം കിങ് ആയിട്ട് ഏഗോണിനെയാണല്ലോ തിരഞ്ഞെടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ മുതൽ നമ്മുടെ സിവിൽ വാർ സ്റ്റാർട്ട് ആവാണ്. അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറയട്ടെ. ഏമൺ ടാർഗാരിയൻ അതായിട്ടുള്ള ആലിസൻ്റെ മൂന്നാമത്തെ മകനായിട്ടുള്ള ഏമൺ ടാർഗാരിയൻ ലേന മരിച്ചതിന് ശേഷം വേഗാറിനെ ക്ലെയിം ചെയ്യുന്നുണ്ട് കേട്ടോ. വേഗാർ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രാഗണിനെ ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പം നിലവിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡ്രാഗൺ ഇരിക്കുന്നത് ഗ്രീൻസിൻ്റെ കയ്യിലാണ്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ റെനേറിയ ലുസേറിസ് ടാർഗാരിയനെ ബറാത്തിയൻ ഫാമിലിയുടെ സപ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവനെ വിടുന്നത്. അപ്പോൾ അവൻ്റെ ഡ്രാഗനായിട്ടുള്ള എറാക്സിനെ അവിടേക്ക് വിടുന്നുണ്ട്. അതേപോലെ തന്നെ ജുസേറിയസിനെയും അതുപോലെ തന്നെ സ്റ്റാർക്കിൻ്റെ സപ്പോർട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിൻ്റർഫെല്ലിലേക്കും വിടുന്നുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ലുസേറിസ് ബറാത്തിയൻ ഫാമിലിയിലേക്ക് എത്തുന്ന സമയത്താണ് അവൻ മനസ്സിലാകുന്നത് അവിടെ ഓൾറെഡി വേഗാറും ഏമൺ ടാർഗാരിയനും ഈ ബറാത്തിയൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്ന് നേരെ ലുസേറിസ് ഡ്രാഗൺ സ്റ്റിലേക്ക് വരുന്ന സമയത്താണ് വേഗാറിൻ്റെ ഫൈറ്റിൽ ലുസേറിസും നമ്മുടെ എറാക്സും മരിച്ചു പോകുന്നത്. ബേസിക്കലി ഏമണ്ടിന് ഈ ലുസേറിസിനൊന്ന് പേടിപ്പിച്ച് വിടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവൻ്റെ കയ്യിൽ വേഗാറ് നിന്നില്ല. വേഗാറാണെങ്കിൽ ഭയങ്കര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു ഡ്രാഗണും അവൻ നന്നായിട്ട് അറിഞ്ഞു മുറിഞ്ഞ് അങ്ങ് കടിച്ചങ്ങ് പറിച്ച് കൊന്നു. ഇതറിയുന്ന നമ്മുടെ റെനേറ ടാർഗാരിയൻ തകർന്നു പോവാണ്. അവളെ സംബന്ധിച്ചിടത്തോളം മകനാണ് മരിച്ചിരിക്കുന്നത്. മകനും മകൻ്റെ ഡ്രാഗണും അതും വളരെ ബ്രൂട്ടൽ വേയിലുമാണ് മരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സീസൺ 1 അവസാനിക്കുകയാണ്. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഏമണ്ട് വിചാരിച്ചില്ല ആക്ച്വലി വേഗാർ കൊല്ലും എന്നുള്ളത്. ഏമണ്ട് പോലും ഏമണ്ടിന്റെ കയ്യിൽ ഒതുങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഏമണ്ട് വിചാരിക്കാത്തൊരു സംഭവമാണ് അവിടെ നടന്നത്. അങ്ങനെ നമ്മുടെ സീസൺ 1 അവസാനിക്കുമ്പോൾ വളരെ കെയോട്ടിക് ആയിട്ടാണ് നമ്മുടെ സീസൺ 1 അവസാനിക്കുന്നത്. ഇനി നമുക്ക് സീസൺ
2ലേക്ക് കിടക്കാം. അപ്പോൾ സീസൺ 2 തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് റെനേറിയ ഭയങ്കര ഡിപ്രഷനിൽ നടക്കുന്നതാണ്. കാരണം സ്വന്തം മകൻ മരിച്ചാണല്ലോ. അപ്പം മകനും മകൻ്റെ ഡ്രാഗണും നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു വിഷമത്തിൽ നമ്മുടെ റെനേറിയ, അതുപോലെ തന്നെ ഡേമൺ ടർഗാരിയൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ റിവെഞ്ച് എടുക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ നടക്കുകയാണ്. അപ്പോൾ ഒരു സൺ ഫോർ എ സൺ എന്നുള്ളൊരു സംഭവം നടക്കുകയാണ്. അതായത് ഡേമൺ ടർഗാരിയൻ ബ്ലഡ് ആൻഡ് ചീസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 അസാസിനേറ്റ്സിനെ ഹയർ ചെയ്യും. എന്നിട്ട് നമ്മുടെ കിങ്സ് ലാൻഡിങ്ങിൽ പോയിട്ട് എ സൺ ഫോർ എ സൺ എന്നുള്ള ഒരു പദം മാത്രം യൂസ് ചെയ്യും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഡേമണിൻ്റെ ഭാഗത്തുനിന്ന് അവിടെ ഒരു കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ല ഇൻഫോം ചെയ്തത്. അപ്പം ഈ ബ്ലഡ് ആൻഡ് ചീസ് എന്ന് പറഞ്ഞിട്ടുള്ള 2 ആൾക്കാരുണ്ടല്ലോ, ഇവന്മാർ ഈ കിങ്സ് ലാൻഡിങ്ങിൽ പോകും, ഏമണ്ടിന് വേണ്ടിയിട്ട് നോക്കും, ഏമണ്ടിനെ കിട്ടില്ല. അവസാനം കിട്ടുന്ന ആരെയെന്ന് വെച്ചാൽ ഹെലേനേൻ്റെയും ഏഗോൺ ടർഗാരിയൻ്റെയും മക്കളായിട്ട് 2 മക്കളെയാണ് കിട്ടുന്നത്. അതിനകത്ത് ജെഹേറിസിനെ കൊല്ലുന്നതാണ് കാണിക്കുന്നത്. ജെഹേറിസ് എന്ന് പറഞ്ഞാൽ ആകെ 5-6 വയസ്സേ ഉള്ളൂ. ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ചൈൽഡ് മർഡറേഴ്സ് ആണ് ഈ പറയുന്ന ബ്ലാക്ക് ടീം എന്നുള്ളത് പൊതുവെ കിങ്സ് ലാൻഡിങ്ങിൽ അങ്ങ് പരത്താൻ തുടങ്ങി. ഭയങ്കര ഡാമേജ് ആണ് ബ്ലാക്ക് ടീമിന് ഏറ്റത്. അപ്പം റെനേറിയ ഇതൊന്നും അറിയുന്നില്ല. റെനേറിയനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏമണ്ടിനെയാണ് വേണ്ടത്. പക്ഷെ കുഞ്ഞു മക്കളെ കൊല്ലാന്ന് പറയുന്നത് അവളെ ചിന്തയിൽ പോലും ഉണ്ടാകുന്നില്ല. അപ്പൊ ആ ഒരു ദേഷ്യത്തിൽ അവളും ഡേമനും കുറച്ച് ഫൈറ്റൊക്കെ കൂടുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇവള് പറയും ചെയ്യും, എനിക്ക് ഉടനെ തന്നെ ഒരു ഫൈറ്റോ അല്ലെങ്കിൽ ഒരു വാറോ വേണ്ട, അതുകൊണ്ട് നീ പോയിട്ട് അലയൻസിനെ ഉണ്ടാക്കിയിട്ട് വാ എന്നാണ് നമ്മുടെ റെനേറിയ പറയുന്നത് ഡേമണിന്റെ അടുത്ത്. അപ്പൊ ഡേമൺ ആ ഒരു ദേഷ്യത്തിൽ കാരാക്സിസ് അവന്റെ ഡ്രാഗണായിട്ട് ഹാരൻ ഹോളിലേക്ക് പോകുന്നതാണ് പിന്നെ കാണിക്കുന്നത്. ഏഗോൺ ഒരു ഇമോഷനൊന്നും ഇല്ലാത്ത, ആരോടും പ്രത്യേകിച്ച് ലോയലൊന്നും അല്ലാത്തൊരു ആളാണ് ഇപ്പോഴത്തെ കിങ് ആയിട്ട് ഗ്രീൻസ് പ്രഖ്യാപിച്ച ഏഗോൺ എന്ന് പറയുന്നത്. പക്ഷേ ഏഗോണിന് ജെഹേറിസിന്റെ മരണം ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ആയിട്ടുണ്ട്. അപ്പം അവനെന്ന് പറഞ്ഞാൽ ഒരു വെഞ്ചൻസ് ആണ്. അവന് ഏറ്റവും കൂടുതൽ വേണ്ട അവൻ്റെ കുഞ്ഞിനെ കൊന്നതുകൊണ്ട് അവന് ഈ ഫാമിലിനെ, ഈ ബ്ലാക്ക് ടീമിനെ മൊത്തത്തിൽ കൊല്ലണം എന്നുള്ള ഒരു വെഞ്ചൻസ് വരാൻ തുടങ്ങി. ഇത് സിവിൽ വാറിൽ നിന്ന് ഇതൊരു ഫാമിലി ബ്രൂട്ടൽ വെഞ്ചൻസ് ആയി മാറുമായിരുന്നു പിന്നീട് നമ്മൾ കാണുന്നത്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഗ്രീൻസിന്റെ കയ്യിൽ ഏറ്റവും വലിയ ഡ്രാഗൺ ആണ് ഇരിക്കുന്നത് വേഗാർ. സത്യം പറയാലോ, അന്നത്തെ ഈ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രാഗൺസിനെ വെച്ച് നോക്കുമ്പോൾ അതേ ഈക്വൽ ടു, അത്രയും ഡ്രാഗൺസ് ഈക്വൽ ടു വേഗാർ ആയിരുന്നു. കാരണം അത്രയും വലുതാണ്, അത്രയും ഓൾഡാണ്, അത്രയും ഭയങ്കര എന്താ പറയുക, പിടിച്ചാൽ കൈ കിട്ടാത്തൊരു ഒരാളും കൂടിയായിരുന്നു നമ്മുടെ വേഗാർ എന്ന് പറയുന്നത്. അപ്പോൾ ടീം ബ്ലാക്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അലയൻസ് ഉണ്ട്, അവർക്ക് ആർമീസ് ഉണ്ട്, പക്ഷേ അവർക്ക് അധികം ഡ്രാഗൺ റൈഡേഴ്സ് ഉണ്ടായിരുന്നില്ല. ഈ റെനേറിയ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഡ്രാഗൺ സീഡ്സിനെ അന്വേഷിക്കാൻ തുടങ്ങി. ഈ ഡ്രാഗൺ സീഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ബാസ്റ്റേർഡ് മക്കളുണ്ടാവുക, ഈ ടർഗാരിയൻസിന്, അവരെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ടർഗാരിയൻ ബ്ലഡ് ലൈൻ ഉള്ളവർക്ക് മാത്രമേ ഈ ഡ്രാഗൺസിനെ റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്തുകൊണ്ടൊരു ഡ്രാഗൺ സീഡിനെ നോക്കിക്കൂടാ, അല്ലെങ്കിൽ ട്രൈ ചെയ്തുകൂടാ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ റെനേറിയ ഡ്രാഗൺ സീഡ്സിനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ കിട്ടുന്ന 3 പേരാണ് ഹ്യൂ ഹാമർ, അതുപോലെ തന്നെ ഉൾഫ് വൈറ്റ്, അതുപോലെ തന്നെ ആഡം എന്ന് പറയുന്നത് നമ്മുടെ കോർലിസിന്റെ ബാസ്റ്റേഴ്സ് എന്നാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് വെർമിത്തോർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡ്രാഗണിനെ നമ്മുടെ ഹ്യൂ ഹാമർ ക്ലെയിം ചെയ്യുന്നത്. ആ ഒരു സീൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ കിടിലൻ സീനാണ്. കിടിലെന്ന് വെച്ചാൽ കിടിലൻ സീനാണ്. ഞാനൊക്കെ ആ ഒരു സീനുണ്ടല്ലോ, നമ്മുടെ ഈ ഗെയിം ഓഫ് ത്രോൺസിൽ ഒരുപാട് വോവ് സീൻസ് ഉണ്ട്. ഈ വോവ് സീൻസ് മൊത്തം നമുക്ക് തന്നത് ഡെനേറിസിൻ്റെ സീൻസ് ആണ് അല്ലേ. അപ്പോൾ അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഡെനേറിസിൻ്റെ 3 ഡ്രാഗണിനെ മാത്രമേ നമ്മൾ കണ്ട് ശീലമുള്ളൂ. പക്ഷേ ഹൗസ് ഓഫ് ദി ഡ്രാഗണിലേക്ക് വരുമ്പോൾ അവിടെ മൊത്തം ഡ്രാഗൺസാണ്. അപ്പോൾ അതിനകത്തൊരു വോവ് സീൻ അല്ലെങ്കിൽ എൻ്റെ അമ്മോ ഈ ജോ ഡ്രോപ്പിംഗ് സീൻ എന്നൊക്കെ പറഞ്ഞാൽ അത് ജനങ്ങളിലേക്കും കൺവിൻസ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് കിട്ടില്ലമായിട്ടാണ് പ്രേക്ഷകരിലേക്ക് കൺവിൻസ് ആയത്. ആ ഒരു സീൻ അടിപൊളിയായിരുന്നു. നമ്മുടെ റെനേറിയ വെർമിത്തോറിനെ ആ കേവിൻ്റെ ഉള്ളിൽ നിന്ന് വിളിക്കുന്നതും, അതുപോലെ തന്നെ ഹ്യൂ ഹാമർ അത് ക്ലെയിം ചെയ്യുന്നതും ഒക്കെ അടിപൊളി സീനാണ്. അതേപോലെ തന്നെ ഉൾഫ് വൈറ്റ് ക്ലെയിം ചെയ്യുന്നത് സിൽവർ വിങ്ങിനെയാണ്. സിൽവർ വിങ്ങും അത്യാവശ്യം നോട്ടി ആയിട്ടുള്ളൊരു ഡ്രാഗണാണ്, ഭയങ്കര ഫാസ്റ്റാണ്, ഭയങ്കര സൂപ്പറാണ്. അതുപോലെ തന്നെ ആഡം ക്ലെയിം ചെയ്യുന്ന ഡ്രാഗണാണ് സീ സ്മോക്ക്. ഇതിന് മുമ്പ് റൈഡ് ചെയ്തിരുന്നത് നമ്മുടെ ലേനോർ വെലാറിൻ ആണ് കേട്ടോ. അപ്പം ഹ്യൂ ഹാമറിൻ്റെ അടുത്തുള്ള വെർമിത്തോർ എന്ന് പറഞ്ഞാൽ വേഗാൻ അത്ര വലുതല്ലെങ്കിൽ പോലും എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പിടിച്ച് നിൽക്കാവുന്ന ഒരു എന്താ പറയുക ഡ്രാഗണാണ് വെർമിത്തോർ എന്ന് പറയുന്നത്. വെർമിത്തോർ ഭയങ്കര വലുതാണ്, ഭയങ്കര ഓൾഡാണ്, കിടിലാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുക നമ്മുടെ അത്യാവശ്യം മോശമില്ലാണ്ട് നമ്മുടെ ബ്ലാക്ക് ടീമിന് അവിടെ ഡ്രാഗൺ റൈഡേഴ്സ് ഉണ്ടാവുന്നു, ഡ്രാഗൺസ് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ഒരു അടിപൊളി സീൻ ഉണ്ട് കേട്ടോ. നമ്മുടെ ഉൾഫ് വൈറ്റ് ഉണ്ടല്ലോ, അവൻ സിൽവർ വിങ്ങിനെയും പിടിച്ചിട്ട് മറ്റേ കിങ്സ് ലാൻഡിൽ കൂടെ ഇങ്ങനെ എന്താ പറയുക പറക്കുന്ന ഒരു സീനുണ്ട്. അത് കണ്ടിട്ട് നമ്മുടെ ഏമൺ ടർഗാരിയൻ വലിയ കാര്യത്തിൽ വേഗാറിനൊക്കെ പിടിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു. പോയി ആ സീ ഇങ്ങനെ ക്രോസ് ചെയ്യണ സമയത്താണ് മറ്റേ നമ്മുടെ ഏമണ്ടിന് മനസ്സിലായത് കാര്യം നടക്കൂല, അവിടെ മൊത്തം ഡ്രാഗൺ റൈഡേഴ്സും ഡ്രാഗൺസും ആണുള്ളത്,
ഇപ്പം തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പം ചാരമായി പോകുമെന്ന് മനസ്സിലാക്കുന്നതും അവൻ അങ്ങനെ യൂ ടേൺ എടുത്തിട്ട് തിരിച്ച് പേടിച്ച് ഓടുന്നതും ആ സമയത്ത് റെനേറേൻ്റെ ഒരു നോട്ടം ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ മോനെ കിടിലെന്ന് പറഞ്ഞാൽ കിടില്ല. ഇതൊക്കെയാണ് ഗൂസ് ബംസ് ഒക്കെ തരുന്ന സീൻസ് ആയിരുന്നു നമ്മുടെ ഹൗസ് ഓഫ് ദി ഡ്രാഗൺ സീസൺ 2 ഒരുപാട് ഉണ്ടായിരുന്നത് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ പറയാൻ ഒരു കാര്യം മറന്നുപോയി. നമ്മുടെ ബാറ്റിൽ ഓഫ് റൂക്സ് റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്റിൽ അതിനിടയ്ക്ക് നടക്കുന്നുണ്ട് സീസൺ 2. അതിനകത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏമൺ ടർഗാരിയൻ അതുപോലെ ക്രിസ്റ്റ്യൻ കോളൊക്കെ ഈ റൂക്സ് റെസ്റ്റിൽ വന്നിട്ട് ബാറ്റിൽ ചെയ്യുന്നതാണ്. അപ്പം അതിനെതിരായിട്ട് നമ്മുടെ റെയ്നിസ് ടർഗാരനും അവളുടെ ഡ്രാഗൺ ആയിട്ടുള്ള മേലിസും കൂടി വരുന്നു. ഏകദേശം അവിടെ മോശമില്ലാത്ത രീതിയിൽ റെയ്നിസ് അവിടെ പെർഫോം ചെയ്യുന്നു. പിന്നെ മേലിസിൻ്റെ ഒരു പ്രത്യേകത പറയണം, മേലിസ് ഭയങ്കര ഫാസ്റ്റാണ്. ഭയങ്കരമായിട്ട് അവർക്ക് പെട്ടെന്ന് തിരിയാൻ പറ്റും, പെട്ടെന്ന് ചാടാൻ പറ്റും, പെട്ടെന്ന് എന്താ പറയുക പറക്കാൻ പറ്റും. അതുകൊണ്ട് ഭയങ്കര ഫാസ്റ്റാണ് മേലിസ്. ചെറുതാണെങ്കിൽ പോലും ഭയങ്കര ഫാസ്റ്റാണ്, ഭയങ്കര പവർഫുള്ളാണ്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ഏകദേശം റെയ്നിസ് അവിടെ വിജയിച്ചു എന്നുള്ള രീതിയിൽ വരുന്ന സമയത്താണ് പെട്ടെന്ന് ഏമൺ ടർഗാരൻ വേഗാറിനും പിടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഡ്രാഗൺ ഫയർ കൊടുക്കുന്നതും അവിടെ മേലിസും റെയ്നിസും മരിക്കുന്നതും. ആ ഒരു സമയത്ത് തന്നെയാണ് മേലിസിൻ്റെ ഡ്രാഗൺ ഫയറിൽ തകർന്നു പോകുന്ന നമ്മുടെ ഏഗോൺ ടർഗാരൻ്റെ ആയിട്ടുള്ള ഡ്രാഗൺ സൺഫയറും ഏകദേശം മരിക്കപ്പെട്ടു എന്നുള്ള രീതിയിൽ അത്രത്തോളം ഡ്രാഗൺ ഫയറിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഏമൺ ടർഗാരൻ ചെയ്യുന്ന ഒരു കുസൃതി ഉണ്ട് കേട്ടോ. വളരെ നല്ല അടിപൊളിയായിട്ട് ഒരു വാളെടുത്തിട്ട് നേരെ ഏഗോൺ ടർഗാരനെ കുത്താൻ പോകുന്നൊരു സീനുണ്ട്. അതായത് ഏമണ്ട് ലുസേറിസ് മരിക്കണം എന്ന് വിചാരിച്ചില്ലെങ്കിൽ പോലും ഇവിടെ ഏഗോൺ മരിക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷനിലൂടെ കൂടിയാണ് നമ്മുടെ ഏമണ്ട് പോയിട്ട് വെട്ടാൻ പോകുന്നത്. പക്ഷെ അത് ക്രിസ്റ്റ്യൻ കോൾ കാണുകയും പിന്നെ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഏമൺ ടർഗാരൻ വേഗാറായിട്ട് പോകുന്നതുമാണ്. അവിടെയൊക്കെ ഭയങ്കര പൊളിറ്റിക്സ് ആണ് നടക്കുന്നത്. അതായത് ഏമണ്ടിനെ ഭരിക്കണം എന്നുണ്ട്. ഏഗോൺ ടർഗാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂസ്ലെസ് ആയിട്ടുള്ളൊരു കിങ് ആണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏമണ്ട് ഭരിക്കണം എന്ന് അവന് അതിയായ ആഗ്രഹമുണ്ട്. അതിനെന്ത് വേണം? ഏഗോൺ മരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള പൊളിറ്റിക്സ് ഒക്കെ അവിടെ നടന്നു പോകുന്നുണ്ട്. പക്ഷേ ക്രിസ്റ്റ്യൻ കോൾ അത് കണ്ടിട്ട് പോലും മിണ്ടാതിരിക്കുകയാണ് ക്രിസ്റ്റ്യൻ കോൾ ചെയ്യുന്നത്. സീസൺ 2 എന്ന് പറയുന്നത് ഡേമൺ ടർഗാരനെ വെച്ചിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീസണും കൂടിയാണ്. അതായത് പുള്ളി ഹാരൻ ഹാളിൽ പോകുന്നുണ്ട്. ഈ ഹാരൻ ഹാൾ എന്ന് പറഞ്ഞാൽ പൊതുവെ നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലും കണ്ടിട്ടുണ്ട്. ഒരു ഗതി ഇല്ലാത്തൊരു കാസിലാണ്. അതായത് വെസ്റ്റ് റോസിലെ ഏറ്റവും വലിയ കാസിലാണെങ്കിൽ പോലും അത് ഹോണ്ടഡ് ആണെന്നാണ് പറയുന്നത്. അത് ഹോണ്ടഡ് ആണ്. അതുപോലെ തന്നെ അവിടെ എന്താ പറയുക, ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ അവിടെ വലിയ ഇതൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് ആയിട്ട് അവിടെ ഒരു ഡെത്ത് ഉണ്ടായിരിക്കും, ഗോസ്റ്റ് ഉണ്ട് എന്നൊക്കെയാണ് അവിടെ ആൾക്കാർ പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ഡേമൻ ഹാരൻ ഹാൾ കീഴടക്കാൻ വേണ്ടിയിട്ട് പോകുന്നതും അവിടെ നിന്ന് ഒരുപാട് വിഷ്വൽസ് കിട്ടുന്നു. ഒരുപാട് പേര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളി അവിടെ മാജിക്കൽ ആയിട്ടുള്ള വിഷ്വൽസ് ആണ് കാണുന്നത്, പുള്ളി ഹാലൂസിനേറ്റ് ചെയ്യാണ്. പക്ഷേ എൻ്റെ ഒരു ടേക്ക് പറയുകയാണെങ്കിൽ പുള്ളി കാണുന്നത്, അതായത് വിഷ്വൽസ് കാണുന്നത് ഏറ്റവും കൂടുതൽ റെനേറെ ഉണ്ട്, വിസേറിസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചറും കൂടിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡേമൺ എന്ന് പറയുന്നത് ഭയങ്കര റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു പ്രിൻസ് ആണെങ്കിൽ പോലും അവൻ്റെ ഉള്ളിൽ ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ട്. അതായത് റെനേറേനെ അവൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ത്രോണിലേക്ക് എത്താനുള്ള ഒരു വെപ്പണായിട്ട് മാത്രമാണ് നമ്മുടെ റെനേറേനെ അവൻ കണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, റെനേറെ എന്ന് പറഞ്ഞാൽ വളരെ സ്നേഹിച്ചിട്ടാണ് ഡേമണിനെ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗിൽറ്റി ഫീലിംഗ് അവൻ്റെ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു മേ ബി റെനേറേനെ അവൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത്. പിന്നെ വിസേറിസും ഡേമോണും തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബ്രദർലി ലവ് ഉണ്ട്. പക്ഷേ വിസേറിസിന് ഒട്ടും വിശ്വാസമില്ലാത്തൊരു ബ്രദറായി പോയി ഡേമൺ. കാരണം അവൻ്റെ കയ്യിലിരിപ്പൊന്നും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിസേറിസിനെയും കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഡേമൻ്റെ ഏറ്റവും കൂടുതൽ ഗിൽറ്റി ഫീലിംഗ് ആണ് അവിടെ കണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീനാണ് ഫ്യൂച്ചറായിട്ട് നമ്മുടെ ഡേമൺ കാണുന്നത്. അതായത് നമ്മുടെ ഡെനേറിസ് ടർഗാരനും ആ ഒരു 3 ഡ്രാഗൺസിനെയും അതിനെ കാണിക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിലേക്ക് കണക്ട് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിനകത്ത് ഡേമൺ മനസ്സിലാക്കുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ വരാൻ പോകുന്ന സിവിൽ വാറൊന്നും ഒരു വാറുമല്ല, ഇതിനേക്കാളും വലിയ വാറ് വരുന്നുണ്ട്. അതിന് നമ്മുടെ ടർഗാരൻ ബ്ലഡ് ലൈൻ നിലനിൽക്കണം എന്നുള്ളൊരു റിയലൈസേഷനാണ് നമ്മുടെ ഡേമൺ ടർഗാരന് വരുന്നത്. അപ്പം എന്ത് ചെയ്യും, അവൻ ആ ഒരു ത്രോൺ അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ഇതൊക്കെ അവൻ വിട്ട് കളഞ്ഞ് നമ്മുടെ റെനേറെ ടർഗാരൻ റൈറ്റ്ഫുൾ ക്വീനായിട്ട് അവൻ പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ റെനേറേൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും കട്ടയ്ക്ക് സപ്പോർട്ടർ ഉണ്ടാകുമെന്ന് റെനേറേൻ്റെ അടുത്ത് പറയുന്ന സീനൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, 2 ഫാമിലീസ് തമ്മിലുള്ള ഒരു റൈവൽറി ഒക്കെ നടക്കുന്ന സമയത്താണ് നമ്മുടെ ആലിസെൻറ്റിന് ഒരു ബോധോദയം വന്നത്. ഈ ഒരു വാറ് നടക്കുകയാണെങ്കിൽ
അവളുടെ ഒരു ഫാമിലിനെ തന്നെ ഇല്ലാണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ അവൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ റെനേറിയനെ ആരും കാണാണ്ട് നമ്മുടെ ആലിസെന്റ് വന്ന് കാണുന്നുണ്ട്. അപ്പം വാലിസെന്റ് വന്നിട്ട് കാണുമ്പോൾ പറയുന്നുണ്ട്, എനിക്ക് ഈ വാർ വേണമെന്നില്ല, വിസേറിയസിന്റെ ആഗ്രഹമായിരുന്നു ഏഗോൺ കിങ് ആകണം എന്നുള്ളത്. ആലിസെന്റ് പറയുന്നുണ്ട് ഏഗോൺ പ്രൊഫസി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ റെനേറയ്ക്ക് കത്തുന്നത് ഈ മണ്ടത്തിയായിട്ടുള്ള ആലിസെന്റ് ഏഗോൺ പ്രൊഫസി, അതായത് ഏഗോൺ ദ കോൺക്വററിനെയാണ് വിസേറിയസ് ഉദ്ദേശിച്ചത്, അത് സ്വന്തം മകനാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് അവനെ കിങ് ആക്കിയത്. സത്യം പറഞ്ഞാൽ ആ ഒരൊറ്റ തെറ്റിദ്ധാരണേൻ്റെ പുറത്താണ് കേട്ടോ ശരിക്കും ആലിസെന്റ് മകനെ തന്നെ കിങ് ആക്കണം എന്നുള്ള ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നത്. അപ്പം റെനീറയ്ക്ക് മനസ്സിലായി ഇതൊരു ഹ്യൂമൻ എററാണ് എന്ന് റെനീറയ്ക്ക് മനസ്സിലായി. അങ്ങനെ എന്താ പറയുക, നമ്മുടെ ആലിസെന്റ് പറയുന്നുണ്ട് പിന്നെ ഡേറ്റ് തുറന്നു വെക്കും, അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നീ നേരെ ട്രോൺ എടുത്തോ, ഞങ്ങൾക്കൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി അത് പറയുന്നു. അങ്ങനെയാണ് നമ്മുടെ സീസൺ അവസാനിക്കുന്നത്. അതായത് ആലിസെന്റ് ഏകദേശം സറണ്ടർ ആയിട്ടുണ്ട് റെനേറിയയുടെ മുമ്പിൽ. പക്ഷേ റെനേറിയ എന്ന് പറയുമ്പം ബേസിക്കലി ഈ സീസൺ സ്റ്റാർട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ കഴിവില്ലാത്ത ഒരാളായിട്ടാണ് ആലിസെന്റിനെ കാണിക്കുന്നത്. എന്നാൽ സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാം, എല്ലാ വിധത്തിലുള്ള അഡ്വഞ്ചറസും എക്സ്പ്ലോർ ചെയ്ത ഒരാളാണ് റെനേറിയ എന്ന് പറയുന്നത്. പക്ഷേ സീസൺ 2 അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ റെനേറിയ ഇപ്പം ഡ്യൂട്ടിയിലേക്ക് ഒതുങ്ങിപ്പോവാണ്. അവൾക്ക് അവളുടേതായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതിന് വരെ അവൾ കുറച്ചും കൂടി ഒരു റൈറ്റ്ഫുൾ ഡ്യൂട്ടി എന്താണ് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് നീങ്ങാണ് നമ്മുടെ റെനേറിയ ചെയ്യുന്നത്. പക്ഷേ ആലിസെന്റ് എന്ന് പറയുമ്പോൾ സീസൺ അവസാനിക്കുമ്പോൾ അവൾ കുറച്ചും കൂടി ഫ്രീഡം കിട്ടും. അവൾക്ക് അവളുടേതായിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി അവളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മുടെ റെനേറിയയ്ക്ക് അവിടെ വെയിറ്റ് കൂടുന്നു, നമ്മുടെ ആലിസെന്റിൻ്റെ വെയിറ്റ് കുറയുന്നു. അതായത് വെയിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഡ്യൂട്ടിനെസ്സിന് കേട്ടോ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സീസൺ അവസാനിക്കുന്നത് നല്ലൊരു നോട്ടിലായിട്ടാണ്. ഇനി സീസൺ 3 എന്ന് പറയുന്നത് ഒരുപാട് ബാറ്റിൽസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഡ്രാഗൺസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് വീഴുന്നുണ്ട്, ചാവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാകും എന്നുള്ളത്. അങ്ങനെ ഞാൻ റീക്യാപ്പൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി പറയട്ടെ. നമ്മുടെ ഹൗസ് ബ്ലാക്കിനും ഹൗസ് ഗ്രീനിനും ഏതൊക്കെ ഡ്രാഗൺസ് ഉണ്ട് എന്നുള്ളൊരു ചെറിയൊരു കാര്യം പറയാം കേട്ടോ. അതായത് ഹൗസ് ബ്ലാക്കിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ റെനേറിയൻ്റെ ഡ്രാഗൻ്റെ പേരാണ് സൈറാക്സ്. സൈറാക്സ് എന്ന് പറയുന്നത് ഭയങ്കര ക്യൂട്ടാണ്, ഭയങ്കര ചെറുതാണ്, കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ചെറുതാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഭയങ്കര ഫാസ്റ്റാണ്, ഭയങ്കര ഒബീഡിയൻ്റ് ആണ്. പുള്ളിക്കാരി പറയുന്നത് കേട്ടിരുന്നോളും. അപ്പോൾ ഫസ്റ്റ് റൈഡർ എന്ന് പറയുന്നത് നമ്മുടെ റെനേറിയ തന്നെയാണ്. പിന്നെ ഡേമൻ്റെ ഡ്രാഗണാണ് കരാക്സിസ്. ഈ കരാക്സിസ് എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര വിയേർഡ് ലുക്കാണ്, ഭയങ്കര നീളം കഴുത്തുള്ള ഒരു ഡ്രാഗണാണ്. ഞാൻ സീസൺ ഫസ്റ്റ് കാണുന്ന സമയത്ത് ഞാൻ ഈ ഡേമൻ്റെ ഡ്രാഗണെ കണ്ടപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടോ അയ്യേ എന്തൊരു മോശം CGI ആണ്, എന്തൊരു ഭയങ്കര മോശമായിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. പിന്നീടാണ് മനസ്സിലായത് ഓരോ ഡ്രാഗണിനും ഓരോ സവിശേഷതകളുണ്ട് എന്നുള്ളത്. നമ്മൾ ഈ ഗെയിം ഓഫ് ത്രോൺസിൽ കണ്ട 3 ഡ്രാഗണിനെ മാത്രമാണല്ലോ കണ്ട് ശീലമുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ജഡ്ജ് ചെയ്തത്. അപ്പം ഡേമൻ്റെ ഡ്രാഗണാണ് കരാക്സിസ് ആൻഡ് ഭയങ്കര ഡേഞ്ചറാണ്. അവർ രണ്ടുപേരും ഒന്നിക്കുകയാണെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണെന്നാണ് പറയപ്പെടുന്നത്. ജെസേറിസിൻ്റെ ഡ്രാഗണാണ് വെർമാക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ വെർമാക്സിൻ ചെറുതാണെങ്കിൽ പോലും ഹി ഈസ് വെരി ഒബീഡിയൻറ്റ് ആൻഡ് ഓൾസോ ഭയങ്കര ഫാസ്റ്റാണ്. പിന്നെ നമ്മുടെ ന്യൂ റൈഡേഴ്സ് ആയിട്ടുള്ള ഹ്യൂ ഹാമറിൻ്റെ കയ്യിൽ വെർമിത്തോർ ഉണ്ട്, വുൾഫ് വൈറ്റിൻ്റെ കൂടെ നമ്മുടെ സിൽവർ വിങ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ആഡമിൻ്റെ കയ്യിൽ സീ സ്മോക്കും ഉണ്ട്. അപ്പം ഹൗസ് ബ്ലാക്ക് എന്ന് പറയുന്നത് അത്യാവശ്യം മോശമില്ലാണ്ട് അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഹൗസ് ഗ്രീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏമൺ ടെർഗാരൻ്റെ ബേഗാറാണ്. പിന്നെ ഏഗോൺ ടെർഗാരൻ്റെ സൺഫയർ ഇപ്പം ഏകദേശം ഇനി ബാറ്റിലൊന്നും കയറാൻ പറ്റില്ല, കാരണം അത്രത്തോളം തകർന്നിരിക്കുകയാണ് സൺഫയർ മറ്റേ ബാറ്റിൽ ഓഫ് റൂക്സ് റെസ്റ്റിന് ശേഷം. അതുപോലെ തന്നെ ഹെലീനയ്ക്കൊരു ഡ്രാഗൺ ഉണ്ട്, ഡ്രീം ഫയർ ആണ്. ഈ ഹെലേനയുടെ അടുത്ത് നമ്മുടെ ഏമണ്ട് പോയി പറയുന്നുണ്ട് നീ ഇനി ബാറ്റിലേക്ക് ഇറങ്ങണം എന്നൊക്കെയുള്ള കഥകളൊക്കെ പറയുന്നുണ്ട്. ഇറങ്ങില്ലേ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും ഹെലേനേൻ്റെ ഡ്രാഗൻ്റെ പേരാണ് ഡ്രീം ഫയർ. പിന്നെ അതുകൂടാതെ തന്നെ ഗ്രീൻസിൻ്റെ കയ്യിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ആർമിയും കൂടി ഉണ്ട്. അതിൻ്റെ ആർമീൻ്റെ തലവെന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്റ്റൻ കോളാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹൗസ് ഓഫ് ദി ഡ്രാഗൺ റീക്യാപ്പും പിന്നെ അവരുടെ ഡ്രാഗൺസും അവരുടെ സവിശേഷതകളും. സോ നമുക്ക് എന്തായാലും സീസൺ 3 എന്തൊക്കെ പ്രതീക്ഷിക്കാം എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ബ്ലഡ് ഷാറ്റർ ആയിരിക്കും എന്നാണ്. കാരണം അത്രത്തോളം ബാറ്റിൽസും അതുപോലെ തന്നെ ഒരുപാട് ഫൈറ്റ് സീൻസും ഒരുപാട് മരണങ്ങളൊക്കെ ഉണ്ട്. സീസൺ 4 കൂടി നമ്മുടെ ഹൗസ് ഓഫ് ദി ഡ്രാഗൺ നിൽക്കും എന്നാണ് പറയുന്നത്. ലാസ്റ്റ് സീസൺ 4 ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. കാരണം ഹൗസ് ഓഫ് ദി ഡ്രാഗൺ സത്യം പറയാലോ ഭയങ്കര
ഭയങ്കര ടൈം ജമ്പിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ്. വലിയ മോശമില്ലാണ്ട് ടൈം ജമ്പ് എങ്ങനെ കാണിക്കാം എന്ന് കാണിക്കുന്നത് അല്ലേ. ഹൗസ് ഓഫ് ദി ഡ്രാഗൺ വളരെ നന്നായിട്ടാണ് അതൊക്കെ നമ്മളെ ജനങ്ങളിലേക്ക് അത് കൺവിൻസ് ആവുന്നത്. അപ്പം ഭയങ്കര ഫാസ്റ്റായിട്ടാണ് സീരീസ് പോകുന്നത്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ മേക്കേഴ്സും വിചാരിക്കുന്നുണ്ടാവുക ഗെയിം ഓഫ് ത്രോൺസ് അവസാനിപ്പിച്ച പോലെ അത്ര പീക്കിൽ നിന്നിട്ട് ടക്കേ എന്ന് പറഞ്ഞിട്ട് താഴെ വീണതിന് വരെ വലിയ മോശമില്ലാണ്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ സീസൺ 4 വരെ ആക്കിയത്. എന്തായാലും നമുക്ക് നോക്കാം. സീസൺ 3 ആണ് അടുത്ത് വരുന്നത്. നാളെയാണ് റിലീസാകുന്നത്. ആൻഡ് ഞാൻ കുറച്ച് വൈകിപ്പോയി റീക്യാപ്പുമായിട്ട്, കാരണം കുറച്ച് പ്രിപ്പയർ ചെയ്യാണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഹൗസ് ഓഫ് ദി ഡ്രാഗണിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീസൺ, അതുപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട എപ്പിസോഡ് ഏതാണെന്നും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനിയും കാണണം എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ വാട്ട് ഈസ് ടെർഗാരൻ, വെലേറിയൻസ് ആരൊക്കെയായിരുന്നു, അതുപോലെ തന്നെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഓരോ എന്താ പറയുക ഫാമിലീസിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യാം. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം ഒന്ന് പരിഗണിക്കണം കേട്ടോ. അപ്പം താങ്ക് യു.